ഹലോ എവരി വൺ, ഏണിസ്റ്റ് അക്കാഡമിയുടെ ഒരു പുതിയൊരു സെഷനിലേക്ക് വെൽക്കം ചെയ്യുന്നു. ഈ ജൂനിയർ ലബോറട്ടറി അസിസ്റ്റന്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമുക്ക് ആ എക്സാമിന്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. മുൻവർഷ പ്രകാരം, അതായത് 011/2022 പ്രകാരം നമുക്കറിയായിരുന്നു ക്വാളിഫിക്കേഷൻ +2 അല്ലെങ്കിൽ VHSC MLT ആയിരുന്നു ക്വാളിഫിക്കേഷൻ വന്നിരുന്നത്. സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 27,900 to 63,700 ആണ്. ഏജ് ലിമിറ്റ് 18 to 36 ആയിരുന്നു. അന്ന് എക്സാം നടന്നത് ഒരു ഡിസംബർ 1-ാം തീയതി ആയിരുന്നു 2023. കട്ട് ഓഫ് 41 ആണ്. മാക്സിമം മാർക്ക് 70.67 ആയിരുന്നു. അഡ്വൈസ് പോയത് ഒരു 95 പേർക്കും. മെയിൻ ലിസ്റ്റിൽ 492 പേരുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് സിലബസ് പറയുകയാണെങ്കിൽ 100 മാർക്ക് സിലബസ് ആണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്നത് തന്നെയാണ്. ഓക്കെ, കാരണം ഇപ്പോൾ +1 +2 ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയിൽ നിന്നാണ് ഒരു 50 മാർക്കും വരുന്നത്. ബാക്കി 50 മാർക്ക് MLT ആണ്. MLT ഇപ്പോൾ പഠിച്ചിട്ടില്ലാത്തവരായാലും VHSC MLT കഴിഞ്ഞവർക്ക് വളരെ എളുപ്പമായിരിക്കും. അല്ലാത്തവർക്കായാലും വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നത് തന്നെയാണ്. അപ്പോൾ ഒരു ചെറിയൊരു സിലബസ് ആണ്. നമുക്ക് ചുരുങ്ങിയ കാലയളവിൽ നിന്ന് പഠിച്ചെടുത്താൽ തന്നെയും നമുക്ക് ഉറപ്പായിട്ടും ഒരു റാങ്ക് ലിസ്റ്റിൽ കയറാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വരാനൊന്നും വെയിറ്റ് ചെയ്യാതെ തന്നെ പഠിച്ചു തുടങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമുക്ക് എന്തായാലും അതിന്റെ സിലബസ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞു, ഈ 100 മാർക്സിൽ പകുതിയും ചോദിച്ചിരിക്കുന്നത് MLT, പകുതിയും വരുന്നത് MLTയിൽ നിന്നായിരിക്കും ഒരു 50 മാർക്സ് വരുന്നത്. ബാക്കി 50 മാർക്സ് ഫ്രം ഫിസിക്സ് കെമിസ്ട്രി ആൻഡ് ബയോളജി. ആ MLT 50 മാർക്സ് എന്ന് പറയുന്നത് കുറച്ച് മോഡ്യൂളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ മോഡ്യൂളിൽ നിന്ന് ഒരു 10 മാർക്സ് വരും. അതായത് ബേസിക് ലബോറട്ടറി ടെക്നിക്സിൽ നിന്നാണ് ഒരു 10 മാർക്സ് ആദ്യത്തെ മോഡ്യൂള്. അതായത് ലബോറട്ടറി കെമിക്കൽസിനെ പറ്റിയും ഗ്ലാസ് വെയറിനെ പറ്റിയും ബയോമെഡിക്കൽ വേസ്റ്റിനെ പറ്റിയൊക്കെ പഠിക്കുന്നത് ആ ഒരു 10 മാർക്സ് ആദ്യത്തെ മോഡ്യൂള്. ഇനി രണ്ടാമത്തെ മോഡ്യൂളിൽ നിന്നൊരു 13 മാർക്സ്, അതായത് ഹെമറ്റോളജി, ബ്ലഡ്, ഫ്ലെബോട്ടമി അതൊക്കെയാണ്, അല്ലെങ്കിൽ ബ്ലഡ് ബാങ്കിങ്, ഇതെല്ലാത്തിൽ നിന്നൊരു 13 മാർക്സ് വരുന്നുണ്ട്. അടുത്ത മോഡ്യൂൾ 3 പെത്തോളജി ബയോകെമിസ്ട്രിയിൽ നിന്നൊരു 15 മാർക്സ്, അതായത് പെത്തോളജിയിൽ നിന്നൊരു 5 മാർക്സും ബാക്കി ബയോകെമിസ്ട്രിയിൽ നിന്ന് ഒരു 10 മാർക്സും വരുന്നുണ്ട് മോഡ്യൂൾ 3. അടുത്ത മോഡ്യൂൾ 4 എന്ന് പറയുന്നത് മൈക്രോബയോളജി, പാരസൈറ്റോളജി, ഹിസ്റ്റോ ടെക്നോളജി, സൈറ്റോളജി ഒക്കെയാണ്. അതിൽ നിന്നൊരു 12 മാർക്സ് വരുന്നുണ്ട് മോഡ്യൂൾ 4-ൽ നിന്ന്. അപ്പോൾ ഇങ്ങനെ 4 മോഡ്യൂൾ ചേർന്നാണ് MLT 50 മാർക്സ് വരുന്നത്. അത് വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നത് തന്നെയാണ്. അതായത് VHSC MLT അതുപോലെ ഡിപ്ലോമ ടെക്സ്റ്റ് ബുക്കുകളിലുള്ള ടോപ്പിക്സ് ആണ്. വളരെ ഡെപ്തിലൊന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. അതുപോലെ സിലബസ് വളരെ ക്ലിയർലി പറഞ്ഞു തരുന്നുണ്ട്. ഓരോ ടോപ്പിക്കിലും എന്ത് പഠിക്കണമെന്ന് സിലബസിൽ വളരെ ക്ലിയർലി പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ സിലബസ് ബേസ് ചെയ്ത് പഠിക്കുക. കൂടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ എളുപ്പമാണ്. ഓക്കെ, രണ്ടാമത്തെ ഇനി ബാക്കിയുള്ള പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ +1 +2 പഠിച്ച ഫിസിക്സ് കെമിസ്ട്രി ബയോളജി തന്നെയാണ്. ഫിസിക്സിൽ നിന്നൊരു 15 മാർക്സ്, അതൊരു 4 മോഡ്യൂളായിട്ട്. ആദ്യത്തെ മോഡ്യൂൾ അതായത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്, പവർ, ഗ്രാവിറ്റേഷനിൽ നിന്നൊക്കെ ഒരു 4 മാർക്സ്. മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ആൻഡ് ഫ്ലൂയിഡ്സ്, ഹീറ്റ്, വേവ്സ്, അതിൽ നിന്നൊക്കെ ഒരു 3 മാർക്സ്. ഇലക്ട്രോസ്റ്റാറ്റിക്സ്, ഇലക്ട്രോ ഡൈനാമിക്സിൽ നിന്നൊക്കെ ഒരു 4 മാർക്സ്. റേ ഓപ്റ്റിക്സിൽ നിന്നൊരു 4 മാർക്സ്. ഇങ്ങനെ 4 മോഡ്യൂളായിട്ട് +1 +2 പഠിച്ച ഫിസിക്സ് തന്നെയാണ് 15 മാർക്സിലും ചോദിക്കുന്നത്. അടുത്ത കെമിസ്ട്രി വരുന്നത് ഒരു 15 മാർക്സ്, അതായത് ഫിസിക്കൽ കെമിസ്ട്രി, ഇനോർഗാനിക്, ഓർഗാനിക്, +1 +2 പഠിച്ച അതേ ടോപ്പിക്സ് ആണ് 15 മാർക്സ് കെമിസ്ട്രിയിൽ വരുന്നത്. അടുത്ത ബോട്ടണി പറയുകയാണെങ്കിൽ ബോട്ടണി 10 മാർക്സ് ആണ്. ബോട്ടണി, സുവോളജി 10 മാർക്സ്. ബോട്ടണി 10 മാർക്സിൽ ഒരു 5 മോഡ്യൂൾ ആയിട്ട് വരും. അതിൽ സെൽ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ ഫോർ 2 മാർക്സ്, റീപ്രൊഡക്ഷൻ 2 മാർക്സ്, ബയോളജി ഇൻ ഹ്യൂമൻ വെൽഫെയർ 1 മാർക്ക്, ബയോടെക്നോളജി 3 മാർക്സ് ആൻഡ് എക്കോളജി 2 മാർക്സ്. അപ്പോൾ ബോട്ടണി ഒരു 10 മാർക്സിനാണ്. അടുത്ത സുവോളജി വരുന്നത് ഒരു 10 മാർക്സ് തന്നെയാണ്. ദ ഹോൾ ടോപ്പിക്സ്, അതായത് ഫിസിയോളജിയിൽ നിന്ന് ഒരു 5 മാർക്സ്, ജെനറ്റിക്സിൽ നിന്ന് ഒരു 2 മാർക്സ്, ബയോളജി ഇൻ ഹ്യൂമൻ വെൽഫെയറിൽ ഒരു 1 മാർക്ക്, ആനിമൽ കിങ്ഡം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആനിമൽ കിങ്ഡത്തിൽ നിന്ന് 2 മാർക്സ്. അതായത് ബോട്ടണി, സുവോളജിയിൽ നിന്ന് 10 മാർക്സിനാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അതുപോലെ ഫിസിക്സിൽ നിന്നും കെമിസ്ട്രിയിൽ നിന്നും 15 മാർക്സ് ഈച്ച്. അപ്പോൾ അങ്ങനെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിൽ നിന്നൊരു 50 മാർക്സും ബാക്കി MLT ടോപ്പിക്സിൽ നിന്നാണ് ബാക്കി 50 മാർക്സ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, ഇതാണ് ഒരു സിലബസിന്റെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു നോട്ടിഫിക്കേഷൻ ഈ മാസം 30-ാം തീയതി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പഠിച്ചു തുടങ്ങുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എന്തായാലും നമ്മൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു ഏണിസ്റ്റ് അക്കാഡമിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈവ് ക്ലാസ്സസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങളുടെ ഈ ഹോൾ സിലബസ് ലൈവ് ക്ലാസ്സസിലൂടെ നിങ്ങൾക്ക് എടുത്തു തരുന്നതായിരിക്കും. അത് കൂടെ തന്നെ ലൈവായിട്ട് ഡൗട്ട് ക്ലിയറൻസ് സെഷൻ ഉണ്ടായിരിക്കും. ഇനി ഡെയിലി ടോപ്പിക് വൈസ് എക്സാംസ് ഉണ്ടായിരിക്കും. വീക്ക്ലി എക്സാംസും മന്ത്ലി എക്സാംസും ഉണ്ടായിരിക്കും. കാരണം നമ്മൾ പഠിക്കുമ്പോൾ റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ മോക്സ് ചെയ്തു നോക്കുന്നത്, അതായത് MCQs എത്രത്തോളം നിങ്ങൾ ട്രെയിൻഡ് ആണോ അത്രത്തോളം നിങ്ങൾക്ക് എക്സാം ഹാളിൽ എളുപ്പമായിരിക്കും.
ഓക്കെ, ഒരു റാങ്ക് ലിസ്റ്റിൽ നമുക്ക് ഇടം നേടാൻ ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്ന സിലബസ് കവർ ചെയ്യുന്ന മാത്രമല്ല, ഒരു 100% സിലബസ് കവർ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു ആ ഒരു മാർക്ക് കിട്ടണം എന്നില്ല, അല്ലെങ്കിൽ ആ ഒരു റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ പറ്റണം എന്നില്ല. ജസ്റ്റ് സിലബസ് മാത്രം കവർ ചെയ്തിട്ട് കാര്യമില്ല. സിലബസിൽ വരുന്ന കാര്യങ്ങൾ MCQ രൂപത്തിൽ എത്തുമ്പോൾ നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, നമുക്കത് കറക്റ്റായിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ. അപ്പോൾ MCQs തന്നെ ഇപ്പോൾ അസേർഷൻ റീസണിങ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കിൽ നിന്നുള്ള അസേർഷൻ റീസണിങ് അതുപോലെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നതായിരിക്കും വീക്ക്ലി എക്സാംസും മന്ത്ലി എക്സാംസിലൂടെ. അപ്പോൾ മോക്ക് ആൻഡ് മോഡൽ ടെസ്റ്റ് എക്സാംസ് ഉണ്ടാവും. പിന്നെ എക്സാം എന്നാണോ ആ എക്സാം ഡേറ്റ് വരെയുള്ള ഇന്റൻസീവ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതിന് കൂടെ മെന്റർഷിപ്പും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ +2 സയൻസ് കഴിഞ്ഞവർക്ക് വളരെ നല്ലൊരു ഒരു നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും സിലബസും പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ സിലബസ് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. എത്രയും പെട്ടെന്ന് വെച്ച് താമസിപ്പിക്കാതെ തന്നെ കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ചു തുടങ്ങുക. അപ്പോൾ ഒരു സിലബസ് കവർ ചെയ്യും, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മോക്ക് എക്സാംസും അതുപോലെ വീക്ക്ലി എക്സാംസിലൂടെ നമുക്ക് പഠിച്ചെടുക്കാം. അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ കോഴ്സൊക്കെ ജോയിൻ ചെയ്ത് പഠിച്ചു തുടങ്ങുക. അപ്പം മുന്നേയും അത്രയും റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ ജൂനിയർ ലാബ് അസിസ്റ്റൻറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞ കോഴ്സിലോട്ട് ജോയിൻ ചെയ്ത് ആ ഒരു പഠിത്തം സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. നോട്ടിഫിക്കേഷൻ വരാൻ തന്നെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ ഒന്ന് ബ്രഷപ്പ് ചെയ്ത് അതിൻ്റെ കൂടെ മൂക്കും മന്ത്ലിയും ഒക്കെ എഴുതി കഴിയുമ്പോൾ തന്നെ നമ്മൾ സെറ്റ് ആവും. അപ്പോൾ എക്സാം വരുമ്പോഴത്തേക്കും ആ ഒരു എക്സാം വളരെ എളുപ്പത്തിൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു.